സ്ത്രീകളിൽ സാധാരണയായി ആർത്തവവിരാമം സംഭവിക്കുന്നത് ഏകദേശം 45 വയസ്സ് മുതൽ 50 വയസ്സിൻ്റെ ഇടയിലാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ഏകദേശം ഒരു 47 വയസ്സ് ആ ഒരു സമയത്താണ്. അപ്പോൾ ഇത് നമ്മൾ ആർത്തവവിരാമം എന്ന് പറയണമെങ്കിൽ പീരീഡ്സ് അതായത് മെൻസസ് ഏകദേശം ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ആർത്തവവിരാമം കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 തരത്തിലായിട്ടാണ് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ പീരീഡ്സ് ഇങ്ങനെ വരാതിരിക്കുക, അതാണ് ഒരു ടൈപ്പ്. ഇനി രണ്ടാമത്തേതാണെങ്കിൽ നമുക്ക് സൈക്കിൾ സാധാരണ വരുന്നതിനേക്കാളും കൂടുതലായിട്ട് ലേറ്റായി വന്നിട്ട് ക്രമേണ ഇങ്ങനെ ആർത്തവവിരാമം സംഭവിക്കാം. ഇനി മൂന്നാമതൊരു ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞ് ക്രമേണ ആർത്തവവിരാമത്തിലേക്ക് പോവാം. അങ്ങനെ 3 തരത്തിലായിട്ടാണ് ഇത് നടക്കുന്നത്. ഒരു 60% സ്ത്രീകൾക്കും ഇതൊരു വലിയ പ്രശ്നമില്ലാതെ അങ്ങ് കടന്നു പോകും. പക്ഷേ ബാക്കി ഒരു 30 മുതൽ 40% ആളുകൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമ്മൾക്ക് ഭയങ്കര ചൂടും പുക. അങ്ങനെയാണ് പേഷ്യൻസ് പറയുക, ചൂടും പുകയാണ് ഡോക്ടറെ, എത്ര AC ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഒന്നും ഇട്ടിട്ട് ആ ഒരു പുകച്ചിൽ മാറുന്നില്ല, എന്നിട്ട് ഭയങ്കര ചൂടെടുത്തിട്ട് എന്താ ചെയ്യും, ഭയങ്കരമായിട്ട് വിയർക്കും. ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക മുഖത്തിൻ്റെ ഭാഗത്ത്, കഴുത്തിൻ്റെ ഭാഗത്ത്, ഈ ഒരു മേൽഭാഗത്താണ് അനുഭവപ്പെടുക. എന്നിട്ട് ഇത് രാത്രിയിലായിരിക്കും അധികം കൂടുന്നുണ്ടാവുക, എന്നിട്ട് അവർക്ക് ഉറങ്ങാൻ വരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ വേറൊരു ലക്ഷണമാണ് ഇവർക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എപ്പോഴും മൂടിയാവുക, വെറുതെ ഒരു കാരണമില്ലാതെ വെറുതെ മൂടിയാവുക, അങ്ങനത്തെ ഒരു ലക്ഷണം കാണിക്കും. ഇനി ഇത് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മാറിടത്തിലൊക്കെ ഒരുപാട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ വയറിൻ്റെ ഭാഗം, പ്രത്യേകിച്ച് അധികം ഫുഡൊന്നും കഴിക്കുന്നില്ലെങ്കിലും വയറിങ്ങനെ കൂടി വരിക, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് യോനിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഡ്രൈനെസ്, സെക്ഷൽ കോണ്ടാക്റ്റിനോടുള്ള താല്പര്യക്കുറവ്, പിന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ വരാം, പിന്നെ യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം തോന്നുക, അങ്ങനത്തെ ലക്ഷണങ്ങളും കാണിക്കാം. പിന്നെ ഇവിടുത്തെ മസിൽസൊക്കെ കുറച്ചും കൂടി വീക്ക് ആവാനുള്ള സാധ്യത കൂടും ഇങ്ങനെ മെനോപോസൽ ഏജ് ആകുമ്പം. അപ്പോൾ നമുക്ക് പ്രൊലാപ്സ് ഒക്കെ വരാനുള്ളൊരു സാധ്യത ഈ മെനോപോസോട് കൂടി നമ്മൾക്ക് വരാം. ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്.